അദ്ദേഹത്തിൻ്റെ തോന്നലുകളൊക്കെ വലിയ അബദ്ധങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ എന്നുള്ള പേരിൽ അദ്ദേഹം നിരന്തരം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിലയിരുത്തലുണ്ടാകും. മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഇന്ന് രാവിലെ സമരം കണ്ടതാണ്. ആ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലും എവിടെയും പ്രകോപനം അഴിച്ചുവിടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് അക്രമാസക്തമാകുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടുന്നതിന് വേണ്ടിയോ ഒന്നും ഒരു SFI പ്രവർത്തകരും തയ്യാറായിട്ടില്ല. SFI പ്രവർത്തകർ സമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഒത്തുകൂടിയ ഇടത്ത് എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ എങ്ങനെ ഒരു ചില ചലച്ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ചില ഗുണ്ടാ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ. ഏത് വിധേനയും അക്രമം അഴിച്ചുവിടുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതിനു മുൻപ് ഇതുപോലെ പ്രകോപിതനായ മാധ്യമങ്ങളുടെയൊക്കെ മുൻപിൽ വല്ലാതെ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരുന്നതിന് മുമ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു. ഇപ്പോൾ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശത്തിൻ്റെ പുറത്താണോ അദ്ദേഹം ഈ നിലയ്ക്കൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹം സംശയിച്ചാൽ അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഉദ്ദേശങ്ങളുമായി മുന്നോട്ട് പോയിക്കോട്ടെ. അതിനകത്തൊന്നും ഞങ്ങൾക്ക് വരെ ആക്ഷേപമല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് ഉള്ള ഗൗരവപരമായിട്ടുള്ള വിഷയം ഈ സർവകലാശാലകളെ സംഘപരിവാറിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു സമരത്തിന് കാരണം നിങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞ PM അർഷദ അദ്ദേഹത്തിന്റെ എതിരെ പ്രതിഷേധിക്കുന്നവരെ നേരിടാൻ രക്ഷാപ്രവർത്തകരില്ല, അംഗരക്ഷകർ ഇറങ്ങിത്തല്ലാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം സ്വയം പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ കേരളത്തിനകത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സുരക്ഷയുള്ള ആളുകളിൽ ഒരാളാണ് കേരളത്തിൻ്റെ ഭരണതലവൻ കൂടിയായിട്ടുള്ള ഗവർണർ. അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ സംവിധാനമുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഈ ഒരു സുരക്ഷയും ഇല്ലെങ്കിലും കേരളത്തിൻ്റെ തെരുവിലൂടെ ധൈര്യമായി അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ CRPF വിളിച്ചു വരുത്തുന്നു, ഈ പറഞ്ഞ പോലെ BSF വിളിച്ചു വരുത്താൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആരെയും വിളിച്ചു വരുത്തേണ്ടതില്ലെന്നേ. കേരളത്തിനകത്തൂടെ കേരളത്തിൻ്റെ ഏത് തെരുവിലൂടെയും ഒറ്റയ്ക്ക് ബഹുമാന്യനായ ആരിഫ് മുഹമ്മദ് ഖാന് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. അത്രയേറെ സുരക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ഞങ്ങൾ ആരും തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ ഇതിനകത്ത് ഒരു അക്രമവും ഞങ്ങളുടെ ലക്ഷ്യമല്ല. ാണോ സംഘപരിവാറിന്റെ കരുവാണ് ഗവർണർ എന്ന് തോന്നിയത്? തുടർച്ചയായ മുന്നറിയിപ്പുകൾ UDF-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നൽകിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിന്റെ ഏജന്റ് ആണ് എന്ന് തോന്നിയില്ലേ? കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് യൂത്ത് കോൺഗ്രസ് അന്ന് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോഴൊന്നും നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ചോദിക്കുന്നു. അല്ല, ഇതിനകത്ത് ഒന്നുകിൽ രണ്ട് സാധ്യതയാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ SFIയുടെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അത് ശ്രദ്ധിക്കുന്നതിന് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല. രണ്ട്, പൊതുവെ SFI സമരങ്ങളെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനകത്തും അത് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനകത്തും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ പലർക്കും വലിയ പ്രയാസം ഉള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അറിയാത്തതായിരിക്കും. ഗവർണർക്കെതിരെ, ഈ പറഞ്ഞ ചാൻസലർക്കെതിരെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് കേരളത്തിൽ SFI പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ SFIയുടെ സംസ്ഥാന ഭാരവാഹികളുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പാഠഭാഗങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ആ പഴയ സ്റ്റേറ്റ്മെന്റും മറ്റു വിശദാംശങ്ങളും ഞാൻ എടുത്തു കഴിഞ്ഞു. 2021 സെപ്റ്റംബർ മാസം 10-ാം തീയതി എടുത്തിട്ടുള്ള SFIയുടെ പത്രക്കുറിപ്പും മറ്റു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സിലബസ് മാറ്റം വരുത്തിയ ഗോപിനാഥ് രവീന്ദ്രൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയത്? ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടുന്ന ഒരു വ്യക്തിയാണോ? രാജ്യം ആദരിക്കുന്ന, ലോകം ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരിൽ ഒരാളാണ്. ഒരു ടെക്സ്റ്റ് തീരുമാനിക്കുന്നത് വൈസ് ചാൻസലർ എന്നാണ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് അല്ലേ? കണ്ണൂർ സർവകലാശാലയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഭാഗത്ത് നിന്ന് ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടായി, ആ നിലയിൽ ഒരു അഭിപ്രായം ഉണ്ടായി. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് പിൻവലിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ലോകം ആദരിക്കുന്ന ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അക്കാദമിക മികവുമായി ബന്ധപ്പെട്ട് ആർക്കാ തർക്കമുള്ളത്? ഈ പറഞ്ഞവർക്ക് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായല്ലോ 3 വട്ടം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അതേപോലെ തന്നെ ആ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പിൻവലിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ഗോപിനാഥ് രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് ഗോപിനാഥ് രവീന്ദ്രൻ
അങ്ങനെ എന്താ പറയാ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരാളാണ് എന്നുള്ള അഭിപ്രായം പറയട്ടെ പേരടക്കം പറയുന്ന ഈ ചാൻസലറുമായി ബന്ധപ്പെട്ട് ഗവർണർ ഏതെല്ലാം ഘട്ടത്തിൽ അതിപ്പോ KTU ആണെങ്കിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള ഈ അദ്ദേഹം ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, ഞങ്ങളുടെ സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ജിന്ന പറഞ്ഞു KSU സമരം നടത്തിയ ക്യാമ്പസിൽ അല്ലെങ്കിൽ ഞാൻ ജിൻഡോയിലേക്ക് വരികയും ചെയ്യാം, അതിൽ എതിർപ്പുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ.